ബ്രാ നമുക്ക് കിണറ്റി ചാടിയാലടാ. എന്തിനാടാ കഴുതേ? നിനക്കെന്തേ ജീവിതം അടുത്താ? അഞ്ചലേ എന്തുണ്ടെങ്കിലും ഞങ്ങളുണ്ടടാ നിന്റെ കൂടെ. തറവത്ത് നീ അങ്ങ് ഏറ്റാ മതി, ഞാനില്ല. എടോ എന്റെ അമ്മയ്ക്ക് വീട്ടിലെ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയണം ബ്രോ. അതൊക്കെ പോട്ടെ, നമുക്ക് എമ്പുരാൻ പോയി കണ്ടാലോ? മച്ചാനെ അത് പോരെ അളിയ. ട്രെയിലർ കണ്ടോ ഈ? അങ്ങനെയാണേലും ഞാനുണ്ട് ബ്രാ. പക്ഷെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. യെസ്, അതിനു മുന്നേ ഡേറ്റ് ഫിക്സ് ആക്കണം. ബ്രാ ബ്ലാ ബ്ലാ. എന്താടോ? ഞാൻ എൻ്റെ അമ്മേനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടേടാ. ചോദിച്ചോ. ഓക്കെ ബ്രാ. അല്ല, നമ്മൾ എവിടെ പോവും? ഏത് തിയേറ്ററിൽ പോവും? അതൊക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനിയും റിലീസ് ഡേറ്റിന് കുറേ ദിവസം ഇല്ലേ. പിന്നെ 28-ാം തീയതി നമ്മുടെ പരീക്ഷ കഴിയുള്ളൂ. അപ്പൊ അതിനുശേഷം നമുക്ക് പോകാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സെറ്റ്. ഹലോ എടാ, നിങ്ങൾ ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടോടാ? കൊണ്ട്. ഹലോടാ ആദിത്യ, നീ സിനിമന്റെ കാര്യം തീരുമാനിക്കല്ലോ? നമുക്ക് തീരുമാനമാക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കാതൽ മനത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ ആദ്യ ആഴ്ചയല്ലേ. എനിക്ക് നമ്മളിനോട് പറയണം, ഷൂട്ടിംഗ് സ്കെഡ്യൂൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം. ഓക്കെ എന്നാ ഓക്കേടാ, നമുക്ക് ബുക്ക് ചെയ്യാം. ശരിയേ, പരീക്ഷയല്ലേ, ഞാൻ പോയി പഠിക്കട്ടെ. ബൈ. ഹലോടാ അതറവേ, പടം ബുക്ക് ചെയ്യണ്ടേ? നീ ആദിത്യനോട് ചോദിക്കി, എന്നിട്ട് അവൻ പറയുന്ന പോലെ സെറ്റാക്ക്. ശരി. ഇനിയിപ്പോ ആരെ വിളിക്കും? അമൃതനെ വിളിച്ചാലോ? അവന്റെ അച്ഛനായിരിക്കും എടുക്കുക. ഇങ്ങനെ ഒരു ഹൊറിബിൾ ആളോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട് പോലും ഇല്ല. ഇനിയിപ്പൊ അഞ്ചനെ വിളിക്കുകയാണെങ്കിൽ അവൻ പറയും, ആദിത്യനും അതർവും പറയുന്നത് പോലെ തന്നെ അവനെ വാക്കുകളുള്ളൂ എന്ന് പറഞ്ഞാൽ അവനങ്ങ് വെക്കും. ഇനിയിപ്പൊ ആരെ വിളിക്കും? അതാ മെസ്സേജ്. ഈ അമൃതന് വേറെ പണിയൊന്നുമില്ലേ? അവന്റെ പ്രേമലും നസ്ലിം മമിത 100 വട്ടെങ്കിലും ആഴ്ചയിലും അയച്ചോണ്ടിരിക്കും. റിപ്ലൈ കൊടുക്കണം ഈ കാട്ടുകോഴിക്ക്. കൊടുത്തേക്കാം. കോഴിയാണേലും പളുങ്ക് പോലത്തെ മനസ്സാവന്റെ ഇത്. അടിപൊളി ഇട്ടാ ഹാർട്ടിമോജിയാ. ഒരു റെക്കോർഡ് വന്നല്ലോ. എടാ L3 തമ്പുരാനല്ല, L2 എമ്പുരാൻ. എന്തായി? ഒന്നും ആയില്ല. ഞാൻ 7 മണി തൊട്ട് ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇവിടെ പലരെയും വിളിച്ചോണ്ട് കുത്തിരിക്കുക. ഒരുദിനം ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ 9 മണിയായി. എന്റെ ഫോണിന്റെ ചാർജാണ് 17%. നീ എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ? അത് നിന്റെ അച്ഛനെ പേടിച്ച്. അച്ഛൻ എനിക്ക് ഫോൺ തന്നു. ഇനി 3 ദിവസം സ്റ്റഡി ലീവ് അല്ലേ? ഓക്കെ. പക്ഷെ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്മാര് തീരുമാനിക്കണ്ടേ. മാർച്ച് 30-ന് എൻ്റെ മൂത്ത വല്യമ്മൻ്റെ ഇളയ മോൻ്റെ കല്യാണമാണ്. അതുകൊണ്ട് അന്ന് പറ്റൂല. പിന്നെ 29-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. അതുകൊണ്ട് ആ 2 ദിവസവും പറ്റൂല. ഓക്കെ, എനിക്കറിയില്ല. നീ ഇത് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടെന്താ? ആ ആദിത്യനോ അതർവ് റിപ്ലൈ ഒന്നും അയക്കണില്ല. അതർവ് തീരെ അയക്കണില്ല. അല്ലടാ, നിനക്ക് കാതൽ മനിതന്റെ ഷൂട്ടിങ്ങിന് ഏപ്രിൽ 1-ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ലടാ, ഏപ്രിൽ 3-ാം തീയതി ഞാൻ എൻ്റെ അമ്മൂമ്മൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ കുറേ നാൾ കഴിയും തിരിച്ചെത്താൻ. അപ്പോൾ എന്തായാലും സിനിമ ബുക്കിംഗ് ഏപ്രിൽ 2-ാം തീയതി വരെ എനിക്ക് പറ്റും. ഓക്കെടാ, എന്നാ ശരി. ഞാൻ പ്രേമല ഒന്നുകൂടി റീവാച്ച് ചെയ്തിട്ട് വരാം. മോനെ, എത്രാമത്തെ വട്ടവാ? 43-ാമത്തെയാ. ഓക്കെ, യു കണ്ടിന്യൂ. എന്നാലും ഞാൻ റെഡിയാണ്. ബട്ട് there is only one condition before April 2nd. ശരി. ചാർജ് ഇല്ലാതെ എത്രയും നേരം ഐറ്റിങ്ങളോട് വിളിച്ച് സംസാരിച്ച് ചാർജറിൽ വെച്ചിട്ട്. ഇനിയിപ്പോ ചാർജ് ഇല്ലാതെ എവനോട് സംസാരിച്ച് ഇനി പോയി പഠിക്കാം. ഹലോ അമൃത, അതർവാഞ്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിക്കണേ. 29-ാം തീയതി രാവിലെ 9 മണിയുടെ ഷോ. ആടാവും ബുക്ക് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചോ, ഞാൻ കണ്ടിട്ടാ. അപ്പൊ ഓക്കെ, റെഡി. റെഡി. ലാസ്റ്റ് ബുക്ക് ചെയ്തില്ലേ? ഇനി എമ്പുരാൻ കാണാം. ഐ ആം വെയിറ്റിംഗ്. എമ്പുരാനേ.